അപ്പോഴേ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. ഞങ്ങളുടെ കൊച്ചു സ്വർഗത്തിൽ ഞങ്ങളൊരു കുഞ്ഞ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്നത്തത്. നമ്മളിവിടേക്ക് എടുത്തിരിക്കുന്നത് മുളയുടെ 3 ചെറിയ നീളമുള്ള തണ്ടാണ് കേട്ടോ. അതിൽ നമ്മൾ ഇവിടെ മേലെ കെട്ടിയിട്ടുണ്ട്, 3 കൂടെ ചേർത്തിട്ട് മേലെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ താഴെയും 3 സ്ഥലത്തായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇത് നൂൽക്കമ്പി വെച്ചിട്ടാണ് കെട്ടിയേക്കുന്നത്. അകന്നു പോവാതെയും അല്ലെങ്കിൽ അടുത്തു പോവാതെയുമാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. ഇനി ഇത് ഭയങ്കര മിനുസമുള്ളതായതുകൊണ്ട് ചിലപ്പം നമ്മൾ റിബൺ കെട്ടുമ്പോൾ ഊർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു പഴയ കയർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, കൊടിക്കൊക്കെ കെട്ടുന്ന കയറാണ്. അത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഇല്ലെങ്കിൽ നമ്മൾ റിബൺ ഇടുമ്പം നിൽക്കത്തില്ല, ഇത് നൂർന്ന് പോയി പോകും. ഒരെണ്ണത്തെ ചുറ്റിയാൽ മതിയോ? താഴെ പോട്ടെ, താഴത്തെ കമ്പിയിൽ കൊളുത്തി വലിക്കുക, എന്നാലല്ലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. മതിയോ? ഉള്ളിലായതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ താഴ്ന്നു പോട്ടെ. ഓക്കെ, ഇനി നമ്മുടെ റിബൺ നമുക്ക് ചുറ്റി കൊടുക്കാം. ഇതിന് എത്രയായിരുന്നു ഒരു റിബണിന്? 45. 45ഓ? 45 ചെറുതിന്, മറ്റേതിന്. ഇതിന് 35. ഇതിന് 35 അല്ലേ? ഇങ്ങനത്തെ നമ്മൾ എത്രണ്ണം വാങ്ങി? ഇതുപോലത്തെ 15. 15 എണ്ണ. നമ്മൾ കയറ് കിട്ടിക്കൊണ്ട് അവിടെ ഇരുന്നു. നാളെ മോള് വന്നു കഴിയുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര സർപ്രൈസ് ആവും. അവളെ കൂട്ടാണ്ട് ഇത് നമ്മൾ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. കുറച്ച് ദിവസം കൂടെ മുമ്പ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ എല്ലാവർക്കും കൂടെ പനി പിടിച്ചു പോയി, കിടപ്പിലായിപ്പോയി. അങ്ങനെ പിന്നത്തേക്ക് മാറ്റി വെച്ച് ഇന്ന് എന്തായാലും ഉറപ്പിച്ച് ഇന്ന് എന്തായാലും ചെയ്തേ പറ്റുമെന്നുള്ള രീതിയിൽ. ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് മുള പോലുള്ള എന്തെങ്കിലും, മുള തന്നെ വേണമെന്നില്ല, ഇതുപോലുള്ള എന്തെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള 3 കമ്പ് ഉണ്ടെങ്കിൽ മാത്രം മതി. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ട്രീയേക്കാൾ, കൊച്ചു ട്രീയേക്കാളും മനോഹരമാവുകയും ചെയ്യും. ഇനിയും വീട്ടിൽ ട്രീ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഞങ്ങൾ ഉണ്ടാക്കിയ ട്രീ 5 അടിക്ക് മേലെയുണ്ട്. ലാസ്റ്റിലായപ്പോഴത്തേക്കും നമുക്ക് റിബൺ തികയുണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ 5 എണ്ണവും കൂടെ വാങ്ങി 18 റിബണാണ് നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത്. ഒരു റിബണിന് 35 രൂപ വെച്ചിട്ടാണ് ആയിട്ടുള്ളത്. ബാക്കി അലങ്കാര വസ്തുക്കളൊക്കെ ഞങ്ങളുടെ കൈകളിൽ തന്നെ കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നതാണ്. നമ്മൾ ലാസ്റ്റ് ഇയറിലെ തന്നെയാണ് യൂസ് ചെയ്തത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അവസാനമായപ്പോഴത്തേക്കും നമ്മൾ പോലും പ്രതീക്ഷിക്കാത്തത്ര മനോഹരമായ ട്രീ ആയിട്ടുണ്ട്. ആദ്യം നമ്മളൊരു മൊബൈൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ ക്യാമറ സ്റ്റാൻഡിലൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്. പിന്നെയാണ് അത് ഇതിലേക്ക് മാറിയത്. ക്യാമറ സ്റ്റാൻഡിൽ ഇങ്ങനെ സ്ലിപ്പായി പോകുന്ന ഭയങ്കര പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ആണ് നമ്മൾ മുള പോയിട്ട് എടുത്തത്. പക്ഷേ എന്തുകൊണ്ടും ഏറ്റവും നല്ല പരിപാടിയാണ് മുളയിൽ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക എന്നുള്ളത്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ നിങ്ങളെങ്ങനെയാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതെന്നും കൂടെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരമാവുമെങ്കിൽ അവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. These
world intersect on each one I reflect. These lines write my story. These places change me, each one replacing. Like night into morning, I miss the open air, the going anywhere, riding with you, like we used to. Guess I'm better off alone, never know when I'll get home, but I know that home's where the heart is. Guess I'm better off this way, moving to better days, but I know that home's where the heart is. Home's where the heart is. The endless journey, I need not മണിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ സൂമിയാണ് I'll get where I'm മണി going. വെച്ചാൽ മറ്റേ സാധനമല്ലേ മുന്തിരി Made it this far beyond where you are, and I'll keep on growing. I miss the open air, the going anywhere, riding with you, like we used to. Guess I'm better off alone. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ? അപ്പോൾ എൻ്റെയും എൻ്റെ കൊച്ചു കുടുംബത്തിൻ്റെയും പേരിൽ എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നിറഞ്ഞ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ.